അദിത് റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണ്. അവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷമായിരുന്നു അത്. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ റൊണാൾഡോ നയിക്കുന്ന മത്സരം. അവൻ തന്റെ റൊണാൾഡോ ജേഴ്സി ധരിച്ചിരിക്കുന്നു. മുറി മുഴുവൻ പോർച്ചുഗൽ പതാകകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക റൊണാൾഡോ പ്രാർത്ഥനാ മെഴുകുതിരി പോലും കത്തിച്ചുവെച്ചിട്ടുണ്ട്. കളി തുടങ്ങുന്നു. റൊണാൾഡോ പന്ത് തൊടുമ്പോഴെല്ലാം അദിത് ആവേശത്തോടെ അലറുന്നു. എന്നാൽ കളി മുന്നോട്ടു പോകുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. സംപ്രേഷണം ഇടയ്ക്കിടെ മുറിയുന്നു. സ്റ്റേഡിയത്തിലെ കാണികളുടെ ആർപ്പുവിളിക്ക് പകരം താഴ്ന്ന ഭീകരമായ ഒരു മന്ത്രണം അവന് മാത്രം കേൾക്കാം. കളിക്കാർക്ക് എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവരുടെ മുഖങ്ങൾ വികൃതമായിരിക്കുന്നു. ചലനങ്ങൾ യാന്ത്രികവും അസ്വാഭാവികവുമാണ്. കളിയുടെ നിർണായക നിമിഷത്തിൽ റൊണാൾഡോ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ തയ്യാറെടുക്കുന്നു. അദിത് ശ്വാസമടക്കി പിടിക്കുന്നു. എന്നാൽ ഷ്യൂ എന്ന ഇതിഹാസമായ ആഘോഷത്തിനു പകരം റൊണാൾഡോ തലതിരിച്ച് ക്യാമറയിലേക്ക് നോക്കുന്നു. അവന്റെ കണ്ണുകൾ കറുത്ത ഗർത്തങ്ങളാണ്. അവന്റെ മുഖത്ത് എല്ലുകൾ മാത്രമുള്ള ഒരു ചിരി വിടരുന്നു. അവൻ തന്റെ വളഞ്ഞ അസ്ഥികൂടം പോലുള്ള വിരൽ സ്ക്രീനിലൂടെ അദിത്തിന് നേരെ ചൂണ്ടുന്നു. ഫ്രീ കിക്ക് ഒരു മിന്നൽ പോലെ സംഭവിക്കുന്നു. പന്ത് വായുവിലൂടെ പറന്നുപോകുന്നു. ഗോളിലേക്കല്ല, നേരെ TV സ്ക്രീനിലേക്ക്. അദിത് നിലവിളിച്ച് ഒളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും സ്ക്രീൻ തകരുകയും തടികഷ്ണങ്ങളും ചെളിയും അവന്റെ നേരെ തെറിക്കുകയും ചെയ്യുന്നു. റൊണാൾഡോയുടെ ഭീകരനും ജീവനില്ലാത്തതുമായ ഒരു രൂപം ടിവിയിൽ നിന്ന് പുറത്തിറങ്ങി ഭീകരമായ ഒരു സ്യൂ എന്ന ശബ്ദത്തോടെ അവൻ അദിത്തിനെ പിന്തുടരാൻ തുടങ്ങുന്നു. ക്ലൈമാക്സ്. റൊണാൾഡോയുടെ ആ പ്രേതരൂപം അദിത്തിനെ മുറിയുടെ കോണിലേക്ക് തള്ളിമാറ്റി. ഭയം കൊണ്ട് വിറച്ച അദിത് തന്റെ കൈയിലുണ്ടായിരുന്ന പ്രാർത്ഥനാ മെഴുകുതിരി റൊണാൾഡോയുടെ നേർക്കെറിഞ്ഞു. അത്ഭുതകരമെന്ന് പറയട്ടെ, മെഴുകുതിരി റൊണാൾഡോയുടെ ദേഹത്ത് തട്ടിയതും ഒരു തീജ്വാല ഉയർന്നു. റൊണാൾഡോയുടെ രൂപം നിലവിളിച്ചുകൊണ്ട് പിൻവാങ്ങി. അവന്റെ ശരീരത്തിലെ മാംസം ദ്രവിച്ചു തുടങ്ങി. അവൻ തിരികെ ടിവിയുടെ തകർന്ന ഭാഗത്തേക്ക് ഉൾവലിഞ്ഞു. ഒരു നിമിഷം മുമ്പ് അവിടെയുണ്ടായിരുന്ന ഭീകരതയുടെ ഒരു അവശിഷ്ടം പോലെ സ്ക്രീൻ പൂർണ്ണമായും കത്തിയെരിഞ്ഞു. അദിത് തറയിൽ കിതച്ചുകൊണ്ടിരുന്നു. മുറിയിൽ പുക നിറഞ്ഞിരുന്നു. ഭയത്തിൽ നിന്ന് മോചിതനായി എന്നതിനേക്കാൾ താൻ ആരാധിച്ചിരുന്ന സ്വന്തം നായകൻ ഒരു ദുസ്വപ്നമായി മാറിയതിലുള്ള ഞെട്ടലായിരുന്നു അവന്.